ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്തുവാന്ന് വെച്ചാൽ നമ്മളൊരു 1 ഡേ ടൂർ പോവാണ്. എവിടാന്നൊക്കെ വഴിയെ പറയാം. 1 ഡേ ടൂർ. നമുക്കപ്പം ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടു നിർത്തിയേ? ഞാൻ വീട്ടിൽ വെച്ച് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇന്നലെ ഭയങ്കര 5 മണിക്കൂർ വണ്ടിയിലാണ്ടിരുന്ന് 5-6 മണിക്കൂർ ഇവിടെ മാവേലിക്കര അവിടുന്ന് കയറി 6 മണിക്കൂറാണ്ട് വണ്ടി ഇരുന്നിട്ടാണ് ഇവിടെ വന്നത്. മൂന്നാർ എങ്ങനെയുണ്ട് വേഷം? കൊള്ളാമല്ലേ? 6 മണിക്കൂറാണ്ട് വണ്ടി ഇരുന്ന് മൊത്തം ടയേർഡായി. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ ഒരു റിസോർട്ടിൽ വന്ന്. അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ തലവേദന എടുത്ത് ലാസ്റ്റ് പൂളിൽ ചാടി ഒരു 2 മണി വരെ പൂളിലായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മാറിക്കിടന്നങ്ങ് ഉറങ്ങി. ഇന്ന് പിന്നെ അതുപോലെ തന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. പോയി പൂളിൽ ചാടി. എന്നിട്ട് കുളിച്ച് റെഡിയായി നിൽക്കുക. ഇതാണ് റിസോർട്ട്. കണ്ടോ, രാവിലെ തന്നെ എല്ലാവരും വൃത്തിയാക്കുന്നു. അപ്പച്ചൻ്റെ അവിടെ വൃത്തിയാക്കുന്നുണ്ടല്ലേ രാവിലെ തന്നെ. അടിപൊളി, അത്യാവശ്യം നല്ല റിസോർട്ടാണ്. എങ്ങനെയുണ്ട്? കൊള്ളയല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെ മൊത്തം കാടാണ്. കണ്ടോ, മൂന്നാർ നിൽക്കുന്ന സ്ഥലമെല്ലാം അത് മല. ഇവിടെ രാവിലെ മൊത്തം മയിൽ ശല്യമായിരുന്നു. കണ്ടോ, മൊത്തം കാടാണ്. അവിടെ ഒരു മലയൊക്കെ കണ്ടു. ഇത് രാവിലെ ഭയങ്കര കോടയായിരുന്നു ഇവിടെ അല്ലേ. ഇപ്പം കോട നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അതെല്ലാം കോടയാണ്. മൊത്തം മയിൽ ശല്യം ഇവിടെ. മയിൽ ശല്യമല്ല, അതിൽ അടിപൊളിയാണ്. 5-6 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽപ്പുണ്ട്. പൂളൊക്കെ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. അവർ നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട്. പൂള് കണ്ണാടി നോക്കിയത് എങ്ങനെ കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന്. പൂള് അവർ രാവിലെ എല്ലാം വൃത്തിയാക്കും. അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു. അത്യാവശ്യം നല്ലൊരു റിസോർട്ട്. ഇന്നലെ കിടന്നത് ഇവിടെ കണ്ടോ. കണ്ടോ, ഇതാണ് ഒരു പൂള്. ഇതാണ് പൂള്. അത്യാവശ്യം അടിപൊളി പൂള്. എല്ലാവർക്കും ഇച്ചിരി അടി ഇരുന്ന് സംസാരിക്കാം. ക്യാമ്പ് ഫയർ അങ്ങനെ കുറച്ച് രാവിലെ കുളിച്ചതിൻ്റെ തുണിയൊക്കെ ഇവിടെ ഇട്ടേക്കുന്നു. നിങ്ങളെ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം കാടാണ്. നോക്ക്, അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് എല്ലാം. അപ്പോൾ റൂം നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ കയറി വന്ന് ഇവിടെ എല്ലാം റൂമാണ് കേട്ടോ. ഏതെല്ലാം റൂം ഇവിടെ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, എല്ലാം ലോക്ക്. ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ ഒരു കട്ടിലും ഇന്നലെ അവിടെ കിടന്നതിൻ്റെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ ഇവിടെ ഒരു മിറർ കണ്ടോ. ഇവിടെ വാഷ് ബേസിൻ, ഇത് ബാത്റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം തുറന്നാൽ അത് അടച്ചേക്കാൻ. ഇവിടെ ഒരു ജനലുണ്ട്, പക്ഷേ തുറക്കാൻ പറ്റത്തില്ല. ഇവിടാണ് കേട്ടോ ഞങ്ങൾ കിടന്നത് ഇന്നലെ. ഇവിടെ ഒരു കണ്ണാടി, ഇവിടെ ഒരു കട്ടിൽ, ഇവിടെ മൊത്തം 4 കട്ടില്. അടിപൊളിയായി. ഭയങ്കര തണുപ്പാണ് മൂന്നാർ. അത്യാവശ്യം അടിപൊളി സ്ഥലമായിരുന്നു. അപ്പം ഇനിയും അങ്ങോട്ട് പോകും. അപ്പം അതിലും നിങ്ങളുടെ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത സ്ഥലം പോകുന്ന സ്ഥലത്തോട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളത് GP ഓഫ് റോഡ് കയറി കുറേ മലകളൊക്കെ കയറി ചന്ദനമരത്തിൻ്റെ അവിടെ നിൽക്കുവാണ്. കണ്ടോ, ഇത് മൊത്തം ചന്ദനമാണ്. നമ്മുടെ അച്ഛൻ പോകുന്നു. എല്ലാവരും ചന്ദന മരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. വന്നവരൊക്കെ ചന്ദനം എടുത്തുകൊണ്ട് പോയതുണ്ടോ, മുറിച്ച്. കൊള്ളാമല്ലേ? മൊത്തം ചന്ദന മരം. അയ്യോ, ഇഷ്ടംപോലെ ആൾക്കാർ 4x GP ഇട്ട് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തൊക്കെ ചെയ്തത്. നമ്മൾ വന്നതേ അതിലാണ് കേട്ടോ. 2 വണ്ടി കൊള്ളാം. നമ്മളെ ആൾക്കാരാണിത്. കൊള്ളാം.
சின்னஞ்சிருக்குள்ள சொந்தம் இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு வட்டாம்பூச்சி கூட்டத்துக்கு வட்டாயதுக்கு അടവാസം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ, നല്ല തണുപ്പ്, നല്ല മഴ, എല്ലാവരും ഉണ്ട് കണ്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മലയുടെ മണ്ടയ്ക്ക് വരുന്ന ഒരു വെള്ളച്ചാട്ടം, അതേ കയറിപ്പോന്നു കണ്ടാ. നിങ്ങൾ പൈസ വെച്ച് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മളിതേ ഇതുപോലെയൊക്കെ ഇതേ എൻജോയ് ചെയ്യണം ഒരു ദിവസമെങ്കിലും. ഇതേ കണ്ടാ, എല്ലാവരും എൻജോയ് ചെയ്തേ കിടക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടോ. നമ്മുടെ അച്ഛൻ, അമ്മ, എല്ലാവരും ഉണ്ട്. അടിപൊളി. അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടം വന്ന് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി, നല്ല നല്ല. ഇതല്ലാതെ അടിയിലോട്ടൊക്കെ നല്ല രീതിയിൽ കുളിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട്. അവിടെ മഴയായതുകൊണ്ട് തെന്നെ ഞാൻ ഇവിടെ കുടയും പിടിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് വയ്യ, ഭയങ്കര തണുപ്പ്. നിങ്ങൾ ഞാൻ ഒരു അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം. നോക്കിക്കോണേ. 3, 2, 1. കണ്ടോ, അതവിടെ കാണുന്ന മലയാ കണ്ടോ. എന്തോല്ല പ്ലേസാ. നമ്മളിങ്ങനെ പൈസ വെച്ചിട്ട് ഒരു യാതൊരു കാര്യവുമില്ല. നമ്മളിത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു മനസ്സ് ഓക്കെ വേണ്ടി നല്ല പ്ലേസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. നമ്മളിത് ഒരു നല്ലൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ടിരിക്കുവാണ്. മൂന്നാറിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഞാൻ ഈയിടെ ഇപ്പോൾ കണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ കാണിക്കാൻ നോക്കുമ്പോൾ കണ്ടില്ലേ.